വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ചധികം എക്സ്റ്റൻഷൻസിൻ്റെ വീഡിയോസാണ് കേട്ടോ കാണിക്കുന്നത്. അതായത് ഓൾറെഡി ഞാൻ കുറേ ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും വീണ്ടും വീണ്ടും അതിൻ്റെ ലിങ്ക്സും അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് എക്സ്റ്റൻഷൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഉള്ളതൊക്കെ അത്രയും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ആദ്യം തന്നെ ഈ നമുക്ക് 7 മില്യൺ അടിച്ച യൂട്യൂബ് ഷോർട്സിൽ ഈ ഒരു എക്സ്റ്റൻഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് കൂടുതൽ ആൾക്കാരും ചോദിച്ചിട്ടുള്ളത്. കാരണം കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിയിട്ടുള്ളതുകൊണ്ടായിരിക്കും. അപ്പം ഇത് ഇങ്ങനെ നല്ല ലെങ്തായിട്ട് ഇങ്ങനെ നീളത്തിന് വരുന്നതാണ്. നമുക്ക് ബ്രൈഡ് ചെയ്യാനും ബൺ ചെയ്ത് വെക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ളൊരു എക്സ്റ്റൻഷനാണ്. ഇതിൻ്റെ റേറ്റും ഡീറ്റെയിലും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ലിങ്ക് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇപ്പം ഞാൻ വാങ്ങിച്ച റേറ്റ് ആയിരിക്കത്തില്ല നിങ്ങൾ നോക്കുന്ന ടൈമിൽ. അതുകൊണ്ട് തന്നെ ലിങ്ക് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയേ. അപ്പോൾ ഞാൻ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് താഴെ കൊടുത്തേക്കാം. ഉള്ളതൊക്കെ എൻ്റെ ഒരുപാട് നാൾ, അതായത് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ചത് വരെ എൻ്റെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കിട്ടുമെന്ന് അറിയത്തില്ല. മാക്സിമം ഞാൻ കിട്ടുന്നത് എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടോ. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഞാനിപ്പോൾ സൈഡിൽ ഇവിടെ കൊടുക്കണുണ്ടായിരിക്കും. അതായത് നമ്മൾ ഏതൊക്കെ മെത്തേഡിലാണ് ആ ഒരു ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തിട്ടുള്ളതെന്ന്. ബൺ ചെയ്യാൻ പറ്റും, ബ്രൈഡ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഒരുപാട് രീതിയിൽ നമുക്കിത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. അത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു എക്സ്റ്റൻഷനാണ്. കാരണം നമുക്കിപ്പോൾ സമയമില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത എക്സ്റ്റൻഷൻ ഒരു സ്ട്രെയിറ്റ് ബ്ലാക്ക് ഹെയർ ആണ്. ബ്ലാക്ക് ആണ് കേട്ടോ, നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് ഇത്. പക്ഷേ എൻ്റെ ഹെയറിന് ഇത് സ്യൂട്ട് ആവത്തില്ല. കണ്ടോ, ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ വീഡിയോയിൽ എത്രത്തോളം അറിയാൻ പറ്റണമെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് എൻ്റെതൊരു കുറച്ചുകൂടെ ബ്രൗൺ കൈൻഡ് ഓഫ് ആണ്. പക്ഷെ എന്നാലും നമുക്ക് ഇടയിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 2 എക്സ്റ്റൻഷനൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കാൻ സമയത്ത് ഇത് യൂസ്ഫുൾ ആണ്. ഇത് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഒത്തിരി ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുള്ള ഓർമ്മയില്ല. എന്നാലും ഏതെങ്കിലും ഓർമ്മ വരണമെങ്കിൽ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ഇതും അങ്ങനത്തെയാണ്. പക്ഷേ ഇതിൻ്റെ ടെക്സ്ചർ വന്നിട്ട് എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചറായിട്ട് ഭയങ്കര സിമിലർ ആണ്. അത് നല്ല സിൽക്കായിട്ട് കിടക്കുന്ന ഒരു ടെക്സ്ചറാണ് കേട്ടോ. അപ്പോൾ അതും ഇതിൻ്റെ റേറ്റും ഇതിപ്പോൾ എന്തായാലും വാങ്ങിച്ചിട്ടൊരു 3-4 വർഷമാവും. ഇത് ഒരു 3-4 വർഷമാവും എന്തായാലും ഇത് വാങ്ങിച്ചിട്ട്. ഇതിൻ്റെ സെയിം ആയിട്ടുള്ളതാണ് വേറെ ഒരെണ്ണൊരു ബ്രൗൺ ഉണ്ട്, ഞാൻ കാണിക്കാം. കണ്ടോ, ഇത് എൻ്റെ ആ ഒരു ഹെയറിൻ്റെ സെയിം ഏതാണ്ട് ആ ഒരു ടെക്സ്ചറായിട്ട് വരുന്നതാണ്. കളറും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് വരും. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറയാൻ പറ്റും. അങ്ങനെ വലിയ വ്യത്യാസവും നമുക്ക് തോന്നത്തില്ല. എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ടെന്നും തോന്നത്തില്ല. അങ്ങനെ ഭാരമൊന്നുമില്ല, ഭയങ്കര ലൈറ്റാണ്. നമുക്ക് നല്ല രീതിയിൽ തന്നെ വെക്കുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ഹെയറിൽ വെച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് സ്ട്രൈറ്റ് ചെയ്യാനോ അല്ല വാഷബിൾ ആണോ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിങ്ങനെ ഒന്ന് ചുളുങ്ങി മടങ്ങിയൊക്കെയല്ലേ ഇരിക്കുന്നത്. ഇതിനെ നമ്മൾ സാധാരണ ഹെയറിൽ സ്ട്രൈറ്റ് ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഈ 230 ഡിഗ്രിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം ഇപ്പം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇത് വെച്ച് സ്ട്രൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ സാധാരണ ഹെയർ ചെയ്യണ കണക്ക് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ഒന്ന് വേവി ആയിട്ടല്ലേ നിൽക്കുന്നത്, അതെല്ലാം മാറും. ഇതിൽ ഞാൻ ഹീറ്റ്, അതായത് കേളും ചെയ്തിട്ടുണ്ട്, അതുപോലെ നല്ല സ്ട്രൈറ്റനിങ്ങും ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഇടയ്ക്കൊക്കെ ഷാമ്പൂവും കണ്ടീഷണറൊക്കെ ഇട്ട് വാഷ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ ഒരു രീതിയിൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ നല്ലപോലെ മടക്കി വെച്ചാലും ആ ഒരു മടക്കൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഹെയർ എടുക്കുന്നത് പോലെ സ്ട്രൈറ്റൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. വേണമെങ്കിൽ ഗ്ലിസറിനൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ, നല്ല ഷൈനിങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൻ്റെ ടിപ്പിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ കണ്ടോ, ചെറിയൊരു ഫ്രിസ്, അതായത് ആ ഉരുകുന്നത് പോലത്തെ ഒരു ഫീലില്ലേ, അങ്ങനെ കുരുകുരാവും. കണ്ടോ, ഇവിടെ കിട്ടുന്ന അത്രയും ഷൈനിങ് തുമ്പിൽ അങ്ങോട്ടുള്ളതായിട്ട് എനിക്ക് തോന്നണില്ല. എന്നാലും പക്ഷേ കുറച്ച് നാച്ചുറൽ ഫിനിഷ് ഉണ്ട്. ഇതിൻ്റെ സെയിം ഇത് തന്നെയാണ് ഈ ബ്ലാക്ക് കേട്ടോ. ബ്ലാക്ക് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു, എന്തോ കാര്യത്തിന് വേണ്ടി കട്ട് ചെയ്തു. ഇപ്പോൾ ഇതും ഇതിൻ്റെ അതേ സെയിം ഇതിൻ്റെ ബ്രാൻഡിൻ്റെ തന്നെ ഒരു വേറൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ പല ഷെയ്ഡുകളുണ്ട് കേട്ടോ, കോപ്പർ മിക്സ് ആയിട്ട് വരുന്നതും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെയാണ് എനിക്ക് ലിങ്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ള സംശയം. അന്ന് ഇത് ശരിക്കും ഞാൻ 300 ആ ഒരു റേറ്റിന് കിട്ടിയാണ്. ബിഗ് ബില്യൺ ഡേയ്സിന് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. അത് അന്ന് നല്ല ഇത്രയും റേറ്റ് കുറഞ്ഞുകൊണ്ട് നല്ലതായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ എന്തോ ഇത്രയും വർഷമായിരുന്നു. ഇപ്പോൾ എന്തായാലും ഒരു 4 വർഷത്തോളം ആവും. നല്ലതാണ്. എൻ്റെ പേഴ്സണൽ ലൈഫിലും ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ പർപ്പസിന് വേണ്ടി മാത്രമല്ല, അല്ലാതെയും യൂസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര കംഫർട്ടബിളാണ്. ഇനി അടുത്തത് ഈ ക്ലിപ്സ് ആണ്. ഇത് നമ്മൾ ഓഫ്ലൈനായിട്ട് സാധാ ഷോപ്പുകൾ, ഫാൻസി ഷോപ്സിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കണ്ടോ, ഇങ്ങനത്തെ ക്ലിപ്സ് ആണ്. ഇത് നമുക്ക് ഫംഗ്ഷനൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് വെച്ചിട്ട് ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്, ഓണത്തിനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ബൺ ഫുൾ ഇങ്ങനെ വെച്ചിട്ട്
ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഫുൾ ഇങ്ങനെ റൗണ്ടിൽ നമ്മൾ ഇത് ഫ്ലവർ വെക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ പുട്ടപ്പൊക്കെ അതായത് ഇങ്ങനെ ബൺ ഹെയർ സ്റ്റൈൽ ചെയ്യണമെന്നുള്ളവർക്ക് നല്ലതായിരിക്കും കേട്ടോ. ഇത് പക്ഷേ വാങ്ങിച്ചപ്പോൾ കുറച്ചുകൂടെ ഇവിടെ വോളിയം ഒക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരുപാട് വർഷമായി, ഇതും ഒരു 6 വർഷമായിട്ട് ഇത് വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇതും അതിൻ്റെ ഭംഗിയൊക്കെ പോയി. ഇതിങ്ങനെ വാഷ് ചെയ്തിട്ടൊന്നുമില്ല ഞാൻ ഇതുവരെ. ഇതത്ര ക്വാളിറ്റി ഉള്ളതായിട്ടും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ വാങ്ങിക്കണം, അതിപ്പോൾ 1 ടൈം യൂസ് എന്ന് പറയാൻ പറ്റത്തില്ല, കുറേ തവണ യൂസ് ചെയ്യാം. പക്ഷേ നേരത്തെ കാണിച്ചതിൻ്റെ അത്ര ഒരു ലാസ്റ്റ് ചെയ്തൊന്നും ഇരിക്കത്തില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ യൂസ് ചെയ്യാം. ഇനി അടുത്തത് കുറച്ച് ഹൈലൈറ്റ്സ് ആണ്. ഹൈലൈറ്റ്സ് ഈ ഒരു റെഡ് കളറാണ്. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഞാൻ നയൻതാരയുടെ ഹെയർ സ്റ്റൈൽ ചെയ്തപ്പോഴത്തേക്കും ചെയ്തതാണ്. ഇത് കേൾ ചെയ്യാനൊക്കെ പറ്റും, പക്ഷെ കേൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തിരിച്ച് ആ പഴയ ഫിനിഷിലൊന്നും കിട്ടത്തില്ല. ചുരുണ്ട് വല്ലാണ്ട് ഉരുകി അങ്ങനത്തെ ഒരു രീതി തന്നെയാണ് ഇരിക്കുന്നത്. അത്ര അത് നല്ല ഒരു ക്വാളിറ്റി ഉള്ള സാധനമല്ല. പക്ഷെ എന്നാലും നമുക്ക് ഇടയിലൊക്കെ ഹെയറിൻ്റെ ഇടയിലൊക്കെ വയ്ക്കുന്നതുകൊണ്ട് ഇപ്പോൾ കേൾ ചെയ്തിപ്പോൾ ഞാൻ ഓൾറെഡി കേൾസ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് കേൾ ചെയ്ത മുടിയുടെ ഇടയിൽ വെക്കുമ്പോൾ ഇത് അത്ര വൃത്തികേടായിട്ട് തോന്നത്തില്ല. അല്ലാതെ സ്ട്രൈറ്റ് ചെയ്ത ഹെയറിൽ ഇപ്പോൾ ഇങ്ങനെ വെച്ചാൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും, ഒരു വൃത്തിയില്ലാത്ത കണക്ക് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതും ഇങ്ങനത്തെ ഹൈലൈറ്റ്സ് ഇപ്പോൾ നമുക്ക് കളറൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ളവർക്കും അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് കളർ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്കും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും വയ്ക്കാം, അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ വേറെ കളറും ഉണ്ട്. ഈ ഒരു ഷെയ്ഡ്, ഇതൊരു കോപ്പർ എന്ന് പറയുമ്പോൾ ഒരു യെല്ലോ ടിൻറ്റ് പോലെയൊക്കെ ഉണ്ട്. ഇതാണ് ശരിക്കും ദീപിക പദുക്കോണിൻ്റെയൊക്കെ ഹെയറിൽ ഉള്ള ഒരു ഷെയ്ഡായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്, നമ്മൾ ഹെയറിൽ വയ്ക്കുമ്പോഴും നല്ല ഭംഗിയാണ്. ആ റെഡ് വയ്ക്കണതിനെക്കാട്ടിലും എനിക്ക് ഇതാണ് കുറച്ചുകൂടെ ഇഷ്ടം. എന്ന് കാണിച്ചു തരാം. ഉണ്ടോ, നമ്മളിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ കിടക്കുന്ന കാണുമ്പോൾ ഇങ്ങനെ ഫുള്ളെടുത്ത് നമ്മൾ എപ്പോഴും വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടായിരുന്നു, ഞാൻ ഫുള്ളെടുത്ത് ഇങ്ങനെ വെളിയിടരുത്. അപ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. നമ്മൾ ഹെയറിൻ്റെ ഇടയിൽ ബ്ലെൻഡാക്കി ഇങ്ങനെ ഇടണം. ഇങ്ങനെ ബ്ലെൻഡാക്കി ഇടുമ്പോഴത്തേക്കും എന്നിട്ട് ഇടയ്ക്കൊക്കെ കാണാം ആ ഒരു രീതി കിടക്കുമ്പോഴത്തേക്കും ഭയങ്കര നാച്ചുറൽ ഫിനിഷായിട്ട് തോന്നും. അപ്പോൾ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അത് ഒരുപാട് തവണ റീയൂസ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി തവണ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കേൾസൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പഴയ ആ ഒരു ഫിനിഷിലോട്ട് തിരിച്ചു വരത്തില്ല. ആ ഒരു ഒന്ന് ഉരുകി അങ്ങനെയൊക്കെ തന്നെ ഇരിക്കണേ. എന്നാലും നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ 2 ഹൈലൈറ്റ്സേ എൻ്റെ ഉള്ളൂ. ഇപ്പോൾ ഈ 2 കളേഴ്സേ ഉള്ളൂ. ഒരുപാട് വെറൈറ്റി കളേഴ്സൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഗ്ലിറ്ററിൻ്റെ ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്നവർക്ക് അത് ഒറ്റ സ്ട്രാൻഡായിട്ട് തന്നെ കിട്ടും ഗ്ലിറ്ററിൻ്റെയൊക്കെ. അതാണെങ്കിൽ ഇങ്ങനെ ഹെയർ എടുത്തിട്ട് നമുക്കതിങ്ങനെ കെട്ടി വെക്കുന്ന ടൈപ്പ്, അങ്ങനത്തതും ഇപ്പോൾ ഉണ്ട്, ഒത്തിരി ഉണ്ട്. അത് നൈറ്റ് പാർട്ടീസിനൊക്കെ പോകുന്നവരൊക്കെ അങ്ങനത്തത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കത് എൻ്റെ പേഴ്സണൽ ലൈഫിലും ഞാൻ എല്ലാവരും വീഡിയോസിലും അങ്ങനെ ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എപ്പോഴെങ്കിലും വാങ്ങിക്കാമെന്നുണ്ടെങ്കിൽ കാണിക്കാം. ഇനി അടുത്ത് ഇത് സ്ട്രീറ്റ്സിൻ്റെ ആണ് കേട്ടോ. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ആണ്. എനിക്ക് ഇപ്പോൾ ഇത്രയും കാണിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാം, എനിക്ക് ആ സ്ട്രൈറ്റ് ഹെയറൊക്കെ നല്ല ഇഷ്ടമാണ്. ഇതും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ ഒരാവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചതാണെന്ന്. അത് ഞാനൊരു രാവിലെ തൊട്ട് രാവിലെ ഒരു 10-11 മണി തൊട്ട് രാത്രി ഒരു 12 മണി വരെയെങ്കിലും എന്തായാലും വെച്ചുകൊണ്ട് നിന്നിട്ടുണ്ടായിരിക്കും. നല്ല കംഫർട്ടബിളാണ്, അങ്ങനെ ഭയങ്കര നമ്മൾ ഹെവി ആയിട്ട് തോന്നത്തൊന്നുമില്ല. ഈ ഒരു ഷെയ്ഡ് ഉണ്ടോ, ഇത് നൈക്കിന്ന് കേട്ടോ മേടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പാക്കേജിങ് ഒക്കെ നല്ലതാണ്. ഈ ഒരു ബോക്സിനകത്ത്, ഈ ഒരു കവറിനകത്ത്, പിന്നെ ഇത് കവർ ചെയ്തിട്ട് ഒരു നെറ്റ് ക്ലോത്തും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേ, ഇത് ഈ ഒരു ലെങ്ത് ആയിട്ട് നിൽക്കുന്നത്, ഇതിൻ്റെ പാക്കേജിങ് ഒന്നും കൊള്ളത്തില്ല. വെറും ഈ പ്ലാസ്റ്റിക് കവറിനകത്താണ് വന്നിട്ടുള്ളത്. പക്ഷേ എന്നാലും ഞാൻ ആ പ്ലാസ്റ്റിക് കവറിനകത്ത് തന്നെ ഇട്ട് വയ്ക്കുന്നത്. എന്നാലും കുറച്ച് റേറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പാക്കേജിങ്ങിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം റേറ്റ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നല്ലപോലെ സൂക്ഷിച്ച് വയ്ക്കണമല്ലോ. അപ്പോൾ അത് എന്തോ എനിക്കത് അത്ര പാക്കേജിങ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ സാധനം അടിപൊളിയാണ്. ഇനി ഇത് നോക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ സാരിയുടെ കുഴപ്പവും, അല്ലെങ്കിൽ നമ്മൾ ഫങ്ഷന് വേണ്ടിയിട്ട് ധാവണിയുടെ കുഴപ്പം, പിന്നെ ലെഹങ്ക, അങ്ങനെ എല്ലാ ഡ്രസ്സിനോടും നമുക്കിത് ചേരും. ഓപ്പൺ ഹെയർ ആയിട്ട് ഇടാൻ വേണ്ടി അങ്ങനെ ഇടണമെങ്കിലും നമുക്ക് ചേരും. എന്തെങ്കിലും ഹെയർ സ്റ്റൈല് ബ്രൈഡ് ചെയ്യാനും എല്ലാ രീതിയിലും നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. നല്ല ഒരു നാച്ചുറൽ ഫിനിഷ് തരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിങ്ങനെ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് അങ്ങനെ തോന്നുന്നില്ല. എപ്പോഴും ഞാൻ എൻ്റെ ഹെയറുമായിട്ട് സിമിലറായിട്ട് നിൽക്കുന്നത് സെലക്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും എനിക്ക് എങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് തോന്നാത്തത്. ഞാൻ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ബ്ലെൻഡായിട്ട് കിടക്കും. അത് ഇപ്പം നിങ്ങളാണെങ്കിലും നിങ്ങൾ ഹെയർ എക്സ്റ്റൻഷൻ വാങ്ങിക്കുമ്പോഴും ഇപ്പോൾ
ഇപ്പം ചില ആൾക്കാർക്ക് കേളി ഹെയർ ആയിരിക്കും, അല്ലെങ്കിൽ വേവി ഹെയർ ആയിരിക്കും. അപ്പോൾ അവർക്ക് ചിലപ്പം സ്ട്രൈറ്റ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അത് വാങ്ങിച്ച് വെച്ചാൽ ഇത് നന്നായിട്ട് ഇരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങിക്കരുത്. പക്ഷേ അത് രണ്ട് ഹെയറും കൂടെ വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും അത് രണ്ടിൻ്റെയും എന്താണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മളെ ഹെയർ എന്താണോ ആ ടെക്സ്ചർ തന്നെ മേടിച്ച് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ, അല്ലെങ്കിൽ അത് വൃത്തികേടായി പോകും. പിന്നെ നമ്മൾ സ്ട്രൈറ്റ് ഹെയർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയർ സ്ട്രൈറ്റൻ ചെയ്തിട്ട് അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വരും. ഇത് ഫസ്റ്റ് വാങ്ങിച്ചപ്പോഴത്തേക്കും ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ക്ലിപ്പ് വർക്കിംഗ് അല്ലായിരുന്നു. പിന്നെ അത് ഞാൻ രണ്ടാമത് മേടിച്ചതാണ്. ഇത് ഫസ്റ്റ് വാങ്ങിച്ചത് തന്നെ എൻ്റെ ക്ലിപ്പ് വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് റിട്ടേൺ ചെയ്തായിരുന്നു കേട്ടോ. ആ ഒരു പ്രശ്നം ഇതിനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വാങ്ങിച്ചത് നല്ലതാണ്, പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്തത്, നമ്മൾ ഇപ്പോൾ ഇത്രയും റേറ്റ് കൊടുത്തൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല എന്നുള്ളവർക്കൊക്കെ കുറച്ച് റേറ്റ് കുറഞ്ഞില്ല, അല്ലെങ്കിൽ വൺ ടൈം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വളരെ റേറ്റ് കുറഞ്ഞിട്ടുള്ള എക്സ്റ്റൻഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇതുപോലത്തതൊക്കെ, ഇതൊക്കെ വെറും 30 രൂപയുള്ളൂ. ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇതൊക്കെ വെച്ചിട്ട് നല്ല ഹെയർ സ്റ്റൈലുകൾ ചെയ്യാൻ പറ്റും. നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഹെയർ സ്റ്റൈലുകൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊക്കെ വെച്ചിട്ട് ബ്രൈഡ് ചെയ്യാനും നമ്മൾ ബ്രൈഡിൻ്റെ ഇടയിൽ ഇതിങ്ങനെ കൊടുക്കാനും, ഇതൊക്കെ ഹൈലൈറ്റ്സ് പോലെയൊക്കെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇത് 30 രൂപയുള്ളൂ. ഇത് 30 രൂപയ്ക്ക് നല്ലതെന്നാണ് തോന്നുന്നത്. പക്ഷേ സ്ട്രൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, എന്തായാലും ഉരുകിപ്പോവും. പക്ഷേ നമുക്ക് ഇപ്പോൾ ഒരു ദിവസം കല്യാണം, ഫംഗ്ഷൻ, അങ്ങനെയൊക്കെ ഒരു ദിവസത്തേക്കൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനത്തെ പല ടൈപ്പിലുള്ളത് ഇപ്പോൾ കുഞ്ഞു കുഞ്ഞ് ഫാൻസി സ്റ്റോറിൽ വരെ കിട്ടും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ആരെങ്കിലും എപ്പോഴെങ്കിലും സിറ്റിയിലോട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ സിറ്റിയിലൊക്കെ ചെറിയ ചെറിയ ഫാൻസിയിൽ പോലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. ഇനി പിന്നെയുള്ളത് നമ്മൾ സാധാ തിരുപ്പൻ കണ്ടോ. ഇത് നമ്മൾ ഫാൻസി അല്ലെങ്കിൽ നമ്മൾ ഡാൻസിനൊക്കെ ഇപ്പോൾ സാധനങ്ങൾ മേടിക്കുന്ന കടകളില്ലേ, അങ്ങനെയൊക്കെ ഉള്ള കടകളിലൊക്കെ കിട്ടും. ഇത് ഞാൻ വീഡിയോ പർപ്പസിന് വേണ്ടി മാത്രം വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ, അല്ലാതെ ഞാൻ യൂസ് ചെയ്യത്തില്ല. നമ്മൾ ഇപ്പോൾ കുറച്ച് ഒരുങ്ങാനും അങ്ങനെയൊക്കെയുള്ള താല്പര്യമുള്ളവരായിരിക്കുമല്ലോ എന്തായാലും ഈ വീഡിയോസ് കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അത്യാവശ്യമായിട്ട് ഫസ്റ്റ് നമ്മളെ കയ്യിൽ വേണ്ട ബൺ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡോണട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ ചെറിയ സൈസും വലിയ സൈസും ഒക്കെ അവൈലബിൾ ആണ്. ഇങ്ങനത്തെ വാങ്ങിക്കുന്നതാണ് നല്ലത്. ആകുമ്പോഴത്തേക്കും കട്ടിയില്ല. മുമ്പൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡാൻസിനൊക്കെ വാങ്ങിക്കുന്ന സാധനം തന്നെയാണ് നമ്മളല്ലാതെ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഭയങ്കര ഹെവി ആയിരിക്കും. നമ്മൾ വയ്ക്കുമ്പോഴും തല നല്ല വെയിറ്റ് ആയിട്ട് നമുക്ക് തലവേദന എടുക്കും. പക്ഷേ ഇത് വയ്ക്കുമ്പോഴത്തേക്കും ലൈറ്റ് വെയിറ്റ് ആണ്. ഇങ്ങനെ പിരുത്തെടുക്കാൻ പറ്റും. ഇതിനെ കണ്ടോ, ഇങ്ങനെ വല പോലെ ഇങ്ങനത്തതാണ്. ഇത് വെച്ചിട്ട് നമ്മൾ പിരിത്തിട്ട് ബ്രൈഡ്സിനൊക്കെ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഷോർട്സ് ഒക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ബ്രൈഡ്സിനൊക്കെ ഹെയർ ഒരു കെട്ടി കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇതിനെ പിരുത്തെടുത്തിട്ട് ഇതിനെ മടക്കിയാണ് ഈ ഒരു ഭാഗത്ത് ഒരു വോളിയം കൊണ്ടുവരാനൊക്കെ നോക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ബൺ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട്. ഇതിൻ്റെ പല സൈസുണ്ട്. ഇനിയുള്ളത് കുറച്ച് ഫ്ലവേഴ്സ് ആണ്. ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഇത് യൂപ്പിനിൽ ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ തുമ്പിൽ ഫ്ലവേഴ്സ് വരുന്നതാണ്. ഇത് നമുക്കിങ്ങനെ ബ്രൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഇതിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ സെൻറ്ററിൽ തന്നെ നമുക്കിങ്ങനെ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാം. അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ ഇത്. ഇതും നമ്മൾ അധികം ഹെയർ സ്റ്റൈലൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ഇതാണ് കേട്ടോ. ഇങ്ങനെ ചുമ്മാ നമ്മളിങ്ങനെ എടുത്ത് കുളിപ്പിന്നൽ കിട്ടുകയെന്ന് പറയത്തില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് തന്നെ ഈ ഒരു ഫ്ലവർ വയ്ക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും. പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ കൺഫ്യൂഷൻ ആയിരിക്കത്തില്ല, എന്ത് ഹെയർ സ്റ്റൈൽ കെട്ടണം എന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് ഒട്ടും ചെയ്യാനും സ്വന്തമായിട്ട് ചെയ്യാനും അറിയത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആക്സസറീസ് ഒക്കെ വാങ്ങിച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും, കാണാനും നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതാ ഇങ്ങനത്തെ പല തരത്തിലുള്ള ഇങ്ങനെ കോംബ് ചെയ്ത് വെക്കുന്ന റോസും അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഫ്ലവർ വന്നിട്ട് ഇതിങ്ങനെ കോംബ് ചെയ്ത് ഇങ്ങനെ കാണിച്ചില്ല, ഇത് ഇങ്ങനെ അങ്ങ് കോംബ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. ആ ടൈപ്പിലുള്ള ക്ലിപ്സുകൾ. ഇതും ഇതിൻ്റെ റേറ്റൊക്കെ വന്നിട്ട് 45 കേട്ടോ. 30 എനിക്ക് വാങ്ങിച്ചിട്ടുണ്ട്, അത് കാരണം 30 ഉണ്ട്. 30-45 ആ റേറ്റിലാണ്. ഇതും നല്ല ഭംഗിയാണ്. പിന്നെ ഉള്ളത് ഇങ്ങനത്തെ റോസ്. ഇത് കുറേ വാങ്ങിച്ചിട്ട് ബൺ ഹെയർ സ്റ്റൈലൊക്കെ ഇപ്പോൾ കല്യാണത്തിനാണ്, കസിൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രൈഡ്സ് മെയ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ റോസൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വയ്ക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇത് 30 രൂപയോ 40 രൂപയോ എന്താണ് ഇതിൻ്റെയും റേറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തന്നെ പല കളേഴ്സ്, നല്ല റെഡും ഉണ്ട് മെറൂണും ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഇതാണ് റെഡ്, നല്ല ഭംഗിയില്ലേ. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഹെയർ സ്റ്റൈല് ഫങ്ഷനൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ ഇതാ ഇങ്ങനത്തെ പ്രിൻസസ് കട്ട് ബണ്ണ്. ഇത് എല്ലാവർക്കും അറിയായിരിക്കും, കുറേ വർഷങ്ങളായിട്ട് ഇത് ഭയങ്കര ഇന്നായിട്ട് നിൽക്കുന്ന സാധനമാണ്. ഇപ്പോഴും ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം യൂസ് ചെയ്യുന്ന രീതി പല രീതിയിലാണ്. മുമ്പൊക്കെ നമ്മളിത് വാങ്ങിച്ചിട്ട് ഫ്രണ്ട് പോർഷനിൽ പഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വയ്ക്കുമായിരുന്നു. ഇപ്പം ശരിക്കും നിങ്ങൾ ബ്രൈഡ്സിനൊക്കെ ഷോർട്ട് വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ അറിയാം, അവരെ ഒരുക്കാൻ വേണ്ടിയിട്ടും ബ്രൈഡ്സിന് മാത്രമല്ല സെലിബ്രിറ്റീസും ഒക്കെ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അവരാദ്യം ഈ ഒരു സെക്ഷൻ നമ്മൾ ഇത് വെച്ചിട്ട് ഒന്ന് ബെൻഡ് ചെയ്ത് ഇങ്ങനെ പൊക്കി നിർത്തും. എന്നിട്ട് അവിടെ സെക്യൂർ ആക്കി വെച്ചിട്ടായിരിക്കും ഫ്രണ്ടിലത്തെ സെക്ഷൻ ഇങ്ങനെ ഹെയർ
നടുക്ക് ഇങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ അതിനായിരിക്കും ഏത് രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് എടുക്കണമെന്നുള്ളത് നോക്കണത്. അതായത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എളുപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ മുടിയും കൂടെ ഇങ്ങനെ വാരി പിടിച്ച് അപ്പോഴപ്പോഴും അഴിക്കണ്ടേ. ഇത്രയും ബാക്കിലത്തെ ആ സെക്ഷൻ അത്രയും സെക്യൂർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ സെക്ഷൻ നമുക്ക് സൈഡ് പാർട്ടീഷൻ എടുക്കണോ, അല്ലെങ്കിൽ സെൻറ്റർ പാർട്ടീഷൻ എടുക്കണോ, അല്ലെങ്കിൽ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ബ്രൈഡ് പോലെ ചെയ്ത് വരണോ, അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ചെയ്യാൻ വേണ്ടി ഭയങ്കര എളുപ്പമാണ്. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഷോർട്സിൽ കാണിക്കാം. ഇനി അടുത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇത് മുല്ലപ്പൂ. ഏത് ഫാൻസി സ്റ്റോറിലും കുഞ്ഞു കുഞ്ഞു ഷോപ്പിലൊക്കെ കയറിയാലും ഈ ഒരു സാധനം ഇപ്പം കാണാം. ഇത് മുല്ലയുടെ അതാണ്. ഇതിൻ്റെ മറ്റേ കുടമുല്ലയുടെ അതുകൊണ്ട് ഇതിപ്പോൾ പിച്ചി അങ്ങനെ കുഞ്ഞു മുട്ടുള്ളതില്ലേ അതിൻ്റെതാണ്. ഇതിന് നല്ല മണമുണ്ട് അത്യാവശ്യം. ഇനി ഇതിൻ്റെ തന്നെ ഒരുപാട് രീതിയിലുണ്ട്. ഇപ്പം ലെങ്ത് ആയിട്ട് വരണത്, ഇങ്ങനത്തെ വരുന്ന ടൈപ്പും ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ തലയിൽ വയ്ക്കുമ്പോഴത്തേക്കും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ഹാർഡാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇരിക്കത്തില്ല, ഹാർഡാണ്. പക്ഷെ അതേസമയം ഇതിൻ്റെ ഈ ഒരു ഇതില്ലേ, ഇത് ക്ലോത്ത് അല്ലേ, ഇത് ക്ലോത്ത് ആണ് കേട്ടോ. അപ്പം അതുകൊണ്ട് അത് നല്ല കംഫർട്ടബിൾ ആയിട്ട് നല്ല ഒതുങ്ങിയിരിക്കും. സ്ലൈഡ് വച്ചാലും അത് അങ്ങനെ അങ്ങ് ഇരുന്നോളൂ. ഒത്തിരി പേരിപ്പം പണ്ട് വേണം എല്ലാവരും ഇങ്ങനെ ഒറിജിനൽ പൂ വെച്ചില്ല, ഇപ്പം പിച്ചി അല്ലാതെ അല്ലെങ്കിൽ റോസ് അല്ലാതെ വേറെ എന്തെങ്കിലും പൂ വയ്ക്കുമ്പോൾ എല്ലാവരും കളിയാക്കണതും ഭയങ്കര കോമഡി ആയിട്ടൊക്കെ തോന്നുന്നത്. പക്ഷെ ഇപ്പോൾ എല്ലാവരും എല്ലാ രീതിയിലുള്ള ഫ്ലവേഴ്സും തലയിൽ വെക്കാറുണ്ട്. ഫംഗ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്രൈഡ്സ് ഒക്കെ വയ്ക്കണമെന്ന് ആലോചിച്ച് നോക്കും. എന്തെല്ലാം രീതിയിലുള്ള ഫ്ലവേഴ്സാണ്. സ്പ്രേ പെയിൻറ്റ് വാങ്ങിച്ചവർ പെയിൻറ്റ് ചെയ്തിട്ടൊക്കെയാണ് തലയിൽ വെക്കണം. ഇപ്പം മുല്ലയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ റെഡ് ആക്കാൻ വേണ്ടി ഒരു റെഡ് സ്പ്രേ കൊടുക്കും, അല്ലെങ്കിൽ ഗോൾഡൻ കളറൊക്കെ കൊടുത്തിട്ടായിരിക്കും വെക്കണത്. ഇതും നല്ലതാണ്. കാരണം അത്യാവശ്യം നല്ല നീളമുണ്ട് ഈ സാധനത്തിന്. ഇത് ഞാൻ ഓഫ്ലൈനായിട്ടാണ് വാങ്ങിച്ചത്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞാൻ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്. ഞാൻ ഇപ്പോൾ ഓഫ്ലൈനായിട്ട് എവിടെ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കട എന്ന് പറയാൻ എനിക്കില്ല. എനിക്കിഷ്ടമുള്ള സാധനം ഇവിടെ കാണുമ്പോൾ അവിടെ പോയി വാങ്ങിക്കും. ഞാൻ ഇത് വാങ്ങിച്ചത് ട്രിവാൻഡ്രത്ത് നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. നമ്മുടെ എവിടെയാ പഴവങ്ങാടി അവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഇനി ഇതിൻ്റെ തന്നെ റെഡ് കളറ്, ബ്ലൂ കളറ്, അങ്ങനെ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഈ നമ്മളെ ഹെയറിൽ ഇതിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്തൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും. ഇത് മാത്രമായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം. ഇതൊക്കെ നല്ല രസമുള്ള സാധനങ്ങളാണ്. ഇതൊന്നും അധികം റേറ്റൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് എനിക്കിതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വിരിവിരാ വരും. പിന്നെ വേറെ ഉള്ളതാ, ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്കിഷ്ടമല്ല ഇത് സത്യം പറഞ്ഞാൽ. ഇത് വയ്ക്കുമ്പോഴത്തേക്കും ഒരു കംഫർട്ടും ഇല്ല, പക്ഷെ കാണുമ്പോൾ ഒരു ലുക്കുണ്ട്. ഇത് ഇനി ഗോൾഡൻ പെയിൻറ്റ് അടിച്ചെടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ആ ഒരു വാങ്ങിച്ചപ്പോൾ ഉള്ള ഭംഗിയും എല്ലാം പോയി. ഇത് കുറേ നാളായി വാങ്ങിച്ചിട്ട്, പക്ഷേ ഒരു എന്തോ ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കണോണ്ട് എനിക്കെന്തോ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണ ഹെയർ സ്റ്റൈലിൽ നിന്ന് തന്നെ മാറിപ്പോവും. ആ ചെയ്ത് വെച്ചിരിക്കണ തന്നെ മാറിപ്പോവും ഇത് വയ്ക്കുമ്പോഴത്തേക്കും. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഞാൻ ഇത് അധികം വാങ്ങിക്കാൻ പറയുന്നില്ല, പിന്നെ ചിലർക്ക് ഇഷ്ടമാണ്. അങ്ങനെയെങ്കിൽ ഇത് വാങ്ങിക്കും. നേരത്തെ കാണിച്ചില്ലേ ബണ്ണ്, ഇത് മുടിയൊക്കെ ആയിട്ടിരിക്കാം. ബണ്ണ് പിച്ചിയുടെ ഒന്നും വന്നില്ല, അതിൻ്റെ മുല്ലയുടെ സാധനം. ഇതും കുറച്ച് ഹെവിയാണ്. നമ്മൾ ബണ്ണൊക്കെ ചെയ്തിട്ട് അതിലിങ്ങനെ അങ്ങ് ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള ഹെയർ അക്സസറീസും സാധനങ്ങളും. ഇപ്പം ഞാൻ കാണിച്ച ഫ്ലവറും ഇതിൻ്റെ ഒന്നും ലിങ്ക് എൻ്റെ കയ്യിലില്ല. ഇതെല്ലാം ഞാൻ ഓഫ്ലൈനായിട്ട് വാങ്ങിച്ചതാണ്. ബാക്കി എക്സ്റ്റൻഷൻസിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഉള്ളത് കിട്ടുന്നത് അത്രയും കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.